രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് 10-20 മണിക്കൂർ കൊണ്ട് തീർപ്പ് കൽപ്പിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചത്. അതിനുശേഷം ഇപ്പൊ അത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് CPM-ഉം BJP ആവശ്യപ്പെടുന്നത്. അവർ രണ്ടുപേരും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനോടെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും മത്സരിച്ച് തോറ്റവരാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസ് വിലക്കെടുക്കുന്നില്ല. മറ്റൊരു കാര്യം, ഈ രണ്ട് കക്ഷികളുടെയും നേതാക്കൾ പല ഘട്ടങ്ങളിലായിട്ട്, അവരുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, പല ഘട്ടങ്ങളിലായിട്ട് MLA പദവിയോ MP പദവിയോ ഒന്നും രാജിവെക്കാതെയാണ് ജയിലിലടക്കം പോയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുത്തത് പാലക്കാട്ടെ ജനങ്ങളാണ്. പാലക്കാട്ട് UDF ആണ് ഭൂരിപക്ഷം. UDF ഭൂരിപക്ഷമുള്ള പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആരാണ്? UDF ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് രാജിവെക്കേണ്ട പ്രശ്നമില്ല. മറ്റൊന്ന്, ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞു രാജിവെക്കണമെന്ന്. അപ്പൊ മാഷോട് ചോദിച്ചു മുകേഷിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചു, കൊല്ലം MLA, CPM-ന്റെ MLA. അപ്പൊ മാഷ് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ആരോപണത്തിന് തെളിവില്ല. നോക്കൂ, കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ ഒരു പരാതിയില്ല, ഒരു തെളിവുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒരു കുറ്റപത്രവുമില്ല. അപ്പൊ അത് നമ്മൾ തള്ളിക്കളയുന്നു, കോൺഗ്രസ് തള്ളിക്കളയുന്നു. മറ്റൊരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പില് അഭിപ്രായങ്ങൾ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇല്ലാതാരാ പറഞ്ഞ് വ്യക്തിപരമായ നിക്ഷേപമല്ലത്. ഓരോ മത്സരത്തിൽ ജയിച്ചവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും. രണ്ടുപേർക്കും 2 ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ അവരുടെ ഗ്രൂപ്പ് തമ്മിലുള്ള പോയി നടക്കും, അഭിപ്രായ സംഘടന നടക്കും, അതൊക്കെ സ്വാഭാവികമാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഒരു തീരുമാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം വൈകാതെ എത്തിച്ചേരും. മറ്റുള്ളതൊന്നും പ്രതിഷേധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ആരാ പ്രതിഷേധിക്കുന്നത്? CPM-ഉം BJP-യും. അവര് പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യമേ തന്നെ അടിവരയിട്ട് പറഞ്ഞു. വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, ഗവൺമെന്റിനെതിരായ ജനകീയ രോഷം അത് ഇല്ലാതാക്കാനുള്ള ശ്രമം CPM നടത്തും. CPM-ന്റെ ഭരണം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന BJP സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ UDF-ന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് അവരോട് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ എതിരാളികളുടെ ശബ്ദവും അതുപോലെ തന്നെ അവരുടെ നീക്കവും മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. കോൺഗ്രസിന് ഇത് ഒരു വലിയ വൈതരണിയേ അല്ല. കാരണം ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് ഒരാളെ കണ്ടെത്തണം. അത് ആക്ടിംഗ് പ്രസിഡന്റ് ആകാം, ചാർജ് കൊടുക്കലാകാം. അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് എന്തായാലും ഇപ്പോൾ ഉണ്ടാകില്ല. മറ്റുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളും അവരുടെ ജനമുന്നേറ്റ മാർച്ചും ഒക്കെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തായിരുന്ന മാർച്ച് മാറ്റിയെങ്കിൽ ഇന്ന് മറ്റുള്ളതൊക്കെ പതിവ് പോലെ നടക്കും. പക്ഷെ ഇതിപ്പോ 3-4 ദിവസം നീണ്ടു നിൽക്കും. എത്ര ദിവസം BJP-ക്കാർ കോഴിയെ കൊണ്ട് റോഡിൽ ഇറങ്ങി നടക്കും? ഒന്നാമത്തെ കാര്യം, കോഴിയെ കൊണ്ട് റോഡിൽ ഇറങ്ങുന്നത് തന്നെ തെറ്റാണ്. അതൊരു ജീവി ദ്രോഹം തന്നെ, ജന്തുദ്രോഹം ഇവ ഇതിൽ പെടുന്നതാണത്. അതൊക്കെ അവിടെ നിൽക്കേണ്ട, വേറെ ചർച്ചയാക്കേണ്ട കാര്യമാണ്. അപ്പൊ അവരവരെ പ്രതിഷേധം നടത്തട്ടെ. DYFI-ക്കാര് DCC ആഫീസിലൊക്കെ പ്രതിഷേധം, DCC ആഫീസിലൊക്കെ പ്രതിഷേധം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. 2-3 വാട്സാപ്പ് ചാറ്റുകളും ആരോപണങ്ങളും വന്നത്. അതൊന്നും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. പക്ഷെ പ്രകടനം നടത്തുന്ന DCC ആഫീസിലേക്കും പ്രതിഷേധാവിന്റെ വീട്ടിലേക്കും. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം 1-2 ദിവസം കൊണ്ട് തീരും. ഇത്ര പ്രശ്നമുള്ളൂ. അതുപോലെ തന്നെ ശ്രീകുമാർ, ഈ പരാതി ഇപ്പോൾ നൽകിയതായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരാൾ പരാതി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ യുവതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ ആരോപണങ്ങൾ തുടരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെയും ഒരു ആധികാരികത പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിന് തൊട്ട് പിന്നാലെ പരാതികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. പിന്നീട് ഈ പരാതിയൊക്കെ തന്നെയും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും പിന്നെ നമ്മൾ കണ്ടതാണ്, എല്ലാ ആളുകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഓരോ നടന്മാർക്കെതിരെയും ഒക്കെ എല്ലാവരും പല ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, പൊതുവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇനിയിപ്പോഴും ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വന്ന് ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കപ്പെടാം. പക്ഷേ ഇത് കൃത്യമായിട്ടൊരു പരാതി നൽകിയിട്ടില്ല ഇവരാരും തന്നെ. അതൊക്കെ തന്നെയാണ് ഇതിലൊരു പോരായ്മയും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് തെളിയിക്കേണ്ട ഒരു ആവശ്യം രാഹുലിനല്ലേ? അല്ല, ഞാൻ രാഹുലിനെതിരെ ആരോപണം തെളിയിക്കേണ്ടത് രാഹുലല്ലല്ലോ. എവിടെയെങ്കിലും പരാതി ഉണ്ടാ കൊടുക്കാത്തവര് എല്ലാവരും വാട്സാപ്പ് ചാറ്റ് പുറത്തുവിടുക, ചാനലുകളൊക്കെ. അത് ആരാണ് ഈ സ്ത്രീകൾ? ആരാണ്? ആർക്കറിയാം? ആർക്കും ഉണ്ടാക്കാമല്ലോ വാട്സാപ്പ് ചാറ്റ്. യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോ ഒരു നടി അവർ പറഞ്ഞു, അവരവരെ പീഡിപ്പിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർക്കെതിരെ ഒരു ആക്ഷേപത്തെ കുറിച്ച് അവർ പറഞ്ഞു. അവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണം എന്ന് KPCC തീരുമാനിച്ചത്? പൊതുസമൂഹം ചർച്ച ചെയ്തു. പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതാണ്.
അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു പരാതിയില്ല. ആ ചലച്ചിത്ര നടി തന്നെ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നാണ്. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഇത് പറയുന്നതാണ്. ഇന്നൊക്കെ ഇന്നലെയൊക്കെ ഒരുപാട് ചാനലുകൾ കാണിച്ചു. അതൊക്കെ എനിക്കറിയില്ല അതൊക്കെ എത്ര സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്. സത്യമാണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തെളിയിക്കട്ടെ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആക്ഷേപം പരസ്യമായിട്ട് ചാനലിൽ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ കൂട്ടത്തിൽ പറയാ എനിക്ക് മാത്രമല്ല വേറെ ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നത്. ഇതൊക്കെ അത് മനസ്സിലാവും. ജനങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും യേശുന്ന വിഷയമല്ല. യഥാർത്ഥ പരാതിക്കാരുണ്ടെങ്കിൽ അവര് പോലീസിനെ സമീപിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അവർ നിയമ സംവിധാനം വഴി അവരുടെ പരാതിക്ക് പരിഹാരം കാണട്ടെ. അല്ലാണ്ട് വെറുതെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി നടത്തുന്നതാണെങ്കിൽ അത് കൊണ്ടുനടക്കട്ടെ. അതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആർക്കുമെതിരെ ഇങ്ങനെ ചാനലിൽ വന്നിട്ട് എന്ത് വേണേ പറയാം. അത് കോൺഗ്രസ് വിരോധമുള്ള ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ അവരിത് പ്രോത്സാഹിപ്പിക്കും. അതിനൊന്നും കോൺഗ്രസ് വലിയ മറ്റെന്താ പറയാ വേവലാതി ഒന്നും കോൺഗ്രസ് ഇല്ല. കാരണം എന്താ വെച്ചാല് ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണം കേട്ടിട്ട് വളർന്നൊരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളൊക്കെ ആക്ഷേപം ആരോപണം നേരിടും. അത് തെളിയിക്കാനുള്ള ബാധ്യത നേതാക്കൾക്കല്ല, പറഞ്ഞവർ തെളിയിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവരെ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത് ആക്ഷേപിക്കാനാണെങ്കിൽ ആയിക്കോട്ടെ, അത് കൊണ്ടു നടക്കട്ടെ. പ്രതിപക്ഷ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾ അത് ഏറ്റെടുക്കട്ടെ. അതത്രേ ഉള്ള എന്റെ കാര്യം. ഒരു ജനകീയ വിഷയമായിട്ടൊന്നും അത് മാറുന്ന പ്രശ്നമില്ല. ജനകീയ വിഷയം എന്ന് പറയാൻ പോകുന്നത് 2 ദിവസം കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രഖ്യാപിത സമരങ്ങൾ വരുമ്പോൾ മാത്രമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.